ജില്ലയിൽ കിടന്നിരുന്നത്. അപ്പോൾ വിയൂരിൽ നിന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു 2013 അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരനൂർ വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 രൂപ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ധ്യാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പോൾ ബിന്ധ്യാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഫോൺ ബിന്ധ്യാസിന് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു. അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി. ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു. അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. ഇല്ല, ഈ വനിതാ ജയിലിൽ ഉണ്ട്. ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് ഇപ്പോൾ DG പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ. പിന്നെ അത് സൂപ്രണ്ട് നസീറ ബീഗം എന്നാണ് സൂപ്രണ്ടിൻ്റെ പേര്. പിന്നെ അവിടുത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻ കുമാരി, സരസ്വതി കാലയളവായിട്ട് ഇപ്പോൾ ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലത്തെ സരള മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡറുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെന്താ, ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസമുള്ളൂ എന്നൊക്കെ. കാരണം അപ്പം വെച്ചാൽ 19-20 വർഷത്തിലേറെയായിട്ട് അവിടെ 5-6ഓളം സ്ത്രീ തടവുകാർ കിടക്കുന്നുണ്ട്. പിന്നെ ജയിലിൽ നിന്നുള്ള റെമിഷൻ പ്രകാരം ഇറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റദൂഷ്യം ഉണ്ടാകാൻ പാടില്ല, കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന. അങ്ങനെ വരുമ്പോൾ ഈ 19 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിനിതാകുമാരി എന്നിട്ടൊരു പ്രതി അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് 2 കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ. അപ്പോൾ അവർക്കൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ മാനസാന്തരം വന്നു ഇപ്പോൾ ഈ ജയിലിൽ ഉപദേശക സമിതി സരള പറയുന്നത്. എന്ത് മാനസാന്തരം വന്നതെന്ന് എനിക്കറിയില്ല.